തീർത്ഥാടകരുടെ ബാഹുല്യം കണക്കിലെടുത്തുകൊണ്ട് തീർത്ഥാടന കാലയളവ് വർദ്ധിപ്പിച്ചുകൊണ്ട് ഇപ്പോൾ തന്നെ തീർത്ഥാടക പ്രവാഹം ആരംഭിച്ചു കഴിഞ്ഞു. എല്ലാ ഒരുക്കങ്ങളും പൂർത്തിയായി. തീർത്ഥാടന പരിപാടികളുടെ ഔപചാരികമായ ഉദ്ഘാടനം ഡിസംബർ 30 രാവിലെ 10 മണിക്ക് ബഹുമാനപ്പെട്ട ഉപരാഷ്ട്രപതി CP രാധാകൃഷ്ണൻ അവർ നിർവഹിക്കപ്പെടുന്നതാണ്. 31-ാം തീയതി രാവിലെ 9:30 നടക്കുന്ന തീർത്ഥാടക മഹാസമ്മേളനം ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി ശ്രീ പിണറായി വിജയൻ അവർ ഉദ്ഘാടനം ചെയ്യുന്നതും പ്രസ്തുത സമ്മേളനത്തിൽ കർണാടക മുഖ്യമന്ത്രി ശ്രീ സിദ്ധരാമയ്യ വിശിഷ്ട അതിഥിയായി പങ്കെടുക്കുന്നതുമാണ്. തീർത്ഥാടനത്തോട് അനുബന്ധിച്ച് 30-31-2026 ജനുവരി 1 തീയതികളിലായി 12-ൽ പരം സമ്മേളനങ്ങളാണ് സംഘടിപ്പിച്ചിരിക്കുന്നത്. ശ്രീനാരായണ ഗുരുദേവ ദർശനവുമായി ബന്ധപ്പെട്ട് തീർത്ഥാടന ലക്ഷ്യങ്ങളുമായി ബന്ധപ്പെട്ട് 12-ൽ പരം സമ്മേളനങ്ങൾ സംഘടിപ്പിച്ചിട്ടുണ്ട്. ഈ സമ്മേളനങ്ങളിൽ കേന്ദ്ര മന്ത്രിമാർ, ഗവർണർമാർ, കേരള, കർണാടക, തമിഴ്നാട് സംസ്ഥാനങ്ങളിലെ മന്ത്രിമാർ, സാമൂഹിക, സാംസ്കാരിക, ആധ്യാത്മിക, രാഷ്ട്രീയ രംഗത്തെ പ്രമുഖ വ്യക്തിത്വങ്ങളും ഈ വിവിധ സമ്മേളനങ്ങളിലായി പങ്കെടുക്കുന്നതാണ്. 100-ലേറെ പദയാത്രകൾ സംസ്ഥാനത്തിൻ്റെ വിവിധ ഭാഗങ്ങളിൽ നിന്നായി ശിവഗിരിയിലേക്ക് എത്തിച്ചേരുകയാണ്. സംസ്ഥാനത്തിന് അകത്തും പുറത്തുനിന്നുമായി, ഇന്ത്യ രാജ്യത്തിന് വെളിയിൽ നിന്നുമായി ധാരാളം തീർത്ഥാടകർ ശിവഗിരിയിലേക്ക് എത്തുന്നതിനുള്ള ക്രമീകരണങ്ങളും അതിനുള്ള അറിയിപ്പുകളുമെല്ലാം ശിവഗിരി മഠത്തിന് ലഭിച്ചു കഴിഞ്ഞിരിക്കുകയാണ്. ഈ വർഷത്തെ തീർത്ഥാടനത്തിൻ്റെ സവിശേഷത ഒരു പ്രശ്നോത്തരി, ഗുരുവിൻ്റെ ജീവിതവും ദർശനവുമായി ബന്ധപ്പെട്ടുള്ള പ്രശ്നോത്തരി സംഘടിപ്പിച്ചിട്ടുണ്ട്. അതോടൊപ്പം തന്നെ തീർത്ഥാടന ലക്ഷ്യങ്ങളെ അന്വർത്ഥമാക്കുന്ന ആളുകൾക്കുള്ള പുരസ്കാര വിതരണം. ഈ വർഷം തിരഞ്ഞെടുത്തത് വിദ്യാഭ്യാസ മേഖലയിൽ മികച്ച പ്രകടനം കാഴ്ചവെച്ചിട്ടുള്ളവരെ പുരസ്കാരത്തിനായി തിരഞ്ഞെടുക്കുന്നുണ്ട്. ഈ വക പ്രശ്നോത്തരിയെ സംബന്ധിച്ചും പുരസ്കാരത്തെ സംബന്ധിച്ചുമൊക്കെ തീർത്ഥാടന കമ്മിറ്റിയുടെ സെക്രട്ടറിയും ധർമ്മസംഘത്തിൻ്റെ ട്രഷറുമായ ശ്രീമദ് ശാരദാനന്ദ സ്വാമികൾ അതിനെ സംബന്ധിച്ച് വിശദീകരിക്കുന്നതാണ്. തീർത്ഥാടനങ്ങളിൽ നിന്ന് കുറച്ചുകൂടി വ്യത്യസ്തമായിട്ട് ഈ വർഷം നമ്മൾ അനൗൺസ് ചെയ്തിരിക്കുന്ന ഒരു സംഗതി, സ്വാമിജി പറഞ്ഞതുപോലെ തീർത്ഥാടന പുരസ്കാരം. ഗുരുദേവൻ ശിവഗിരി തീർത്ഥാടനത്തെ പ്രഖ്യാപിക്കുമ്പോൾ, അനുവാദം കൊടുക്കുമ്പോൾ, അപ്പോൾ അതിൽ പ്രഥമ മുൻഗണന നൽകിയത് വിദ്യാഭ്യാസമായിരുന്നു. വിദ്യാഭ്യാസം, ശുചിത്വം, ആരോഗ്യം എന്ന് തുടങ്ങിയിട്ടായിരുന്നു ഗുരുദേവൻ വിഷയങ്ങളെ നിർണയിച്ചത്. അപ്പോൾ അതുകൊണ്ട് ഈ വർഷത്തെ തീർത്ഥാടനത്തിന് ഒരു തീർത്ഥാടന പുരസ്കാരമായിട്ട് 1,01 രൂപ പുരസ്കാരവും ഫലകവും അടങ്ങുന്ന ഒരു പുരസ്കാരം ഈ വർഷം നമ്മൾ അനൗൺസ് ചെയ്യുകയാണ്. ADGP P. വിജയൻ, ശ്രീനാരായണ ഗുരു ഓപ്പൺ യൂണിവേഴ്സിറ്റിയുടെ വൈസ് ചാൻസലർ ജഗതിരാജ്, ഇങ്ങനെ 3 പേരെ അതിനൊരു കമ്മിറ്റി ചെയ്തിട്ടുണ്ട്. അപ്പോൾ അവരത് നിർണ്ണയിക്കും. അത് തീർത്ഥാടന സമ്മേളനത്തിൽ വെച്ച് അത് വിതരണം ചെയ്യാമെന്ന് ആഗ്രഹിക്കുന്നു. ഒപ്പം തന്നെ ഈ വർഷത്തിൽ പ്രത്യേകതയായിട്ട് നമ്മൾ ഒരു 93ാമത് ശിവഗിരി തീർത്ഥാടന മഹാപ്രശ്നോത്തരി നമ്മൾ അവതരിപ്പിക്കുന്നുണ്ട്. ശിവഗിരി തീർത്ഥാടനം എന്ന് പറയുന്നത് അറിവിൻ്റെ തീർത്ഥാടനം എന്നാണ് പറയുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ ശ്രീനാരായണ ഗുരുവിനെക്കുറിച്ചും ഗുരുദേവൻ്റെ ചരിത്രം, ഗുരുവിൻ്റെ കൃതികൾ, ഗുരുദേവൻ്റെ ദർശനം, ഗുരുവിൻ്റെ പ്രസ്ഥാനങ്ങൾ, ഗുരുവിൻ്റെ ശിഷ്യന്മാർ, ഇവയെല്ലാം കൂടെ അടങ്ങുന്നതായിട്ടുള്ള ഒരു വലിയൊരു മഹാപ്രശ്നോത്തരി. അത് നാട്ടിലെ നാനാഭാഗങ്ങളിലായിട്ട് ഇപ്പോൾ വളരെയധികം ആളുകൾ ഗുരുവിൻ്റെ കൃതികളെയും ദർശനത്തെക്കുറിച്ചൊക്കെ പഠിക്കാനായിട്ട് വളരെയധികം ആളുകൾ സന്നദ്ധരായി വരുന്നുണ്ട്. അപ്പോൾ അവർക്ക് ഒരു പ്രചോദനമാകുന്നതിന് വേണ്ടിയിട്ട് ഒരു വലിയ മഹാപ്രശ്നോത്തരി എന്ന പേരിൽ 25-ാം തീയതി വലിയൊരു ക്വിസ് മത്സരം ഞങ്ങൾ നടത്തുകയാണ്. അതിന് ഒരു 10,000-ഓളം പേര് പങ്കെടുക്കുമെന്നാണ്. ഒരു 500-600 പേരോളം ഓൾറെഡി ഇപ്പോൾ
അതിനുവേണ്ടി രജിസ്ട്രേഷൻ എല്ലാം കഴിഞ്ഞിട്ടുണ്ട്. 25-ാം തീയതി ആണ് അത് അനൗൺസ് ചെയ്തിരിക്കുന്നത്. അതിന് ഒരു 50,000 രൂപ ഫസ്റ്റ് പ്രൈസും 40,000 രൂപ, 30,000 രൂപ, പിന്നെ ഒരു 10 പേർക്ക് 10,000 രൂപ വീതം അതിന് പ്രോത്സാഹന സമ്മാനവും ഒക്കെ കൊടുത്തുകൊണ്ടുള്ള ഒന്നാണ് അതിന് വേണ്ടിയിട്ട് ഇപ്പോൾ അനൗൺസ് ചെയ്തിരിക്കുന്നത്.